രാജ്യങ്ങളോടും ഇടപെടിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ എത്തുന്നവർക്ക് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഓരോ ദിവസവും 800ഓളം രോഗികൾ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആരോഗ്യ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഹോസ്പിറ്റൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും നല്ല ചികിത്സ ഇവിടെ ലഭ്യമാകുമ്പോൾ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും അതിൻ്റെതായ അർത്ഥത്തിൽ മാറേണ്ടതുണ്ട് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 56 കോടി രൂപ കെട്ടിടത്തിന് വേണ്ടി MLAയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തിയാക്കി നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ വളരെ വലിയ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ആളുകൾക്ക് അതിൻ്റെ സേവനം ലഭ്യമാക്കാനും സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നല്ല ഇടപെടൽ ഇതിന്റെ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വർഷത്തെ ആർദ്ര കേരള പുരസ്കാരം സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതിയെയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുകയാണ്. ഈ ഘടകത്തിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ ഈ ഘടകത്തിൽ അതിൻ്റെ സൗകര്യങ്ങളോടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ കഴിയുമെങ്കിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ അവസരം പേരാമ്പ്രയുടെ വികസന ചരിത്രത്തിൽ ഒരു നാഴികയാണ്. അല്പം ഓർക്കുന്നതാണ് തിരക്കുണ്ടെങ്കിൽ പേരാമ്പ്ര ഇത്ര മനോഹരമായ കെട്ടിടം വന്നതിന് ചരിത്രം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തായപ്പോൾ കിട്ടിയ അവാർഡുകയും ഗ്രാമപഞ്ചായത്തുകളുടെയും MLAയുടെ സഹായത്തോടു കൂടിയാണ് ഈ മനോഹരമായ കെട്ടിടം. അതിന് മുമ്പെയുള്ള കെട്ടിടത്തെക്കുറിച്ച് ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. അതുപോലെ ഇവിടെയാണ് ഡയാലിസിസ് സെന്റർ ലോകത്ത് ഇപ്പോഴിതാ 76 കോടി രൂപയ്ക്ക് ആദ്യം 56 കോടി രൂപയുടെ കെട്ടിടവും പിന്നീട് 20 കോടി രൂപയുടെ അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ വേണ്ടിയുള്ള അനുവാദം. എന്നാൽ ഇതിനേക്കാൾ സഹായം ചെയ്യാൻ കഴിയുന്ന പല സാഹചര്യവും കേരളത്തിലുണ്ടായിരുന്നു. പേരാമ്പ്ര മണ്ഡലത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, മറ്റു മന്ത്രിമാരുണ്ടായിരുന്നു. അന്നൊന്നും കിട്ടാത്ത സഹായം ഇപ്പോൾ ഇതിന് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത്രയും വലിയ സംഖ്യ അനുവദിച്ച കേരള ഗവൺമെന്റ് അഭിവാദ്യം. ഏറെ സന്തോഷത്തോടുകൂടിയാണ് പേരാമ്പ്രയെ ഇവിടെ ഒത്തുകൂടി. പേരാമ്പ്രയിൽ മലയോര കേന്ദ്രമായിട്ടുള്ള പേരാമ്പ്ര മണ്ഡലത്തിൻ്റെ മൊത്തം ഒരു ആതുരാലയമാണ് പേരാമ്പ്ര ആശുപത്രി. നൂറുകണക്കിന് രോഗികൾ വന്നു പോകുന്ന ഈ ആശുപത്രി കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ വലിയ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആശുപത്രി മാതൃകയാവാൻ വേണ്ടി പോവുകയാണ്. 2018 നിപ എന്ന് പറയുന്ന മാരകമായ രോഗം നമ്മുടെ നാടിനെ പോവുകയാണ്. ഈ ആശുപത്രിയുടെ പ്രിയപ്പെട്ട മാലാഖ സിസ്റ്റർ നിധിയെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആശുപത്രിയാണ് ഈ ആശുപത്രി. കേരളത്തിലെ തന്നെ ആരോഗ്യ മേഖലകൾക്ക് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഈ ആശുപത്രിക്ക് കേരള സംസ്ഥാന ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഈ ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും ഈ ചടങ്ങിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ ആരോഗ്യ കേന്ദ്രവും ആശാ കേന്ദ്രവുമായ ഈ താലൂക്ക് ആശുപത്രിക്ക് 76 കോടി നൽകിക്കൊണ്ട് നമ്മളെ ചേർത്ത് പിടിച്ച കേരള സർക്കാരിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അതുപോലെ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ ചടങ്ങുകൾ നടത്തിയിരിക്കുകയാണ്. ഈ ചടങ്ങിന് എല്ലാവരും ആശംസകളും അർപ്പിക്കുന്നു. ഇവിടെ പേരാമ്പ്രയുടെ
ആരോഗ്യ മേഖലയിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പേരാമ്പ്ര സർക്കാർ താലൂക്ക് ആശുപത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ജനപങ്കാളിത്ത വികസനം ആശുപത്രിയിലുമാകാം എന്ന് തെളിയിച്ച ആശുപത്രിയാണ് പേരാമ്പ്ര. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൗര പ്രമുഖർ, നാട്ടിലുള്ള വ്യാപാരമുള്ള ജനങ്ങൾ എല്ലാവരെയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഭാഗമായിട്ടാണ് പേരാമ്പ്ര താലൂക്ക് ആശുപത്രി ഒരു മാതൃകയായി മാറിയത്. ഒരു ദിവസം കൊണ്ട് 1,10,00,000 രൂപ ജനങ്ങളിൽ നിന്ന് പിരിപ്പിച്ച് പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള ഡയാലിസിസ് സെന്റർ സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിച്ചത് പേരാമ്പ്രയിലാണ്. അതിനുശേഷമാണ് കോഴിക്കോട് ജില്ലയിലും മറ്റ് ജില്ലകളിലും ഈ ജനകീയ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. ആശുപത്രിയിലെ ചികിത്സ സുതാര്യമാവുകയും ജനകീയമാവുകയും ചെയ്യുമ്പോൾ അത് രോഗികളിലും ആരോഗ്യ പ്രവർത്തകരിലും വലിയ ആത്മവിശ്വാസം ഉണ്ടാകും. കഠിനമായ പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതി നേടിയെടുക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട MLA ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹിച്ചത് ഈ ജനകീയ കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പേരാമ്പ്ര താലൂക്ക് ആശുപത്രി ഇതിൻ്റെ ഭാഗമായി അനിവാര്യമായി നടക്കേണ്ട വികസന പ്രവർത്തനം കൂടി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും കൊണ്ട് വാക്കുകൾ ചെയ്യുന്നു. നമ്മുടെ പേരാമ്പ്രയിൽ സാധാരണക്കാരൻ്റെ ഏക ആശ്രയമായ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിക്ക് നൂതനമായ സംവിധാനത്തോടു കൂടിയുള്ള പുതിയ കെട്ടിടങ്ങൾ വരാൻ പോവുകയാണ്. ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ താലൂക്ക് ആശുപത്രിയായി വർഷങ്ങൾക്ക് മുമ്പേ ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് മറ്റ് സൗകര്യങ്ങളുടെ നിലക്ക് സ്റ്റാഫ് പാറ്റേണുകളും മറ്റ് സൗകര്യങ്ങളും അത്തരത്തിൽ ഉയർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ അധ്യക്ഷനും അതുപോലെ തന്നെ ഉദ്ഘാടക പ്രസംഗത്തിൽ ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പേരാമ്പ്രയിൽ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പേ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ മനോഹരമായ കെട്ടിടവും സൗകര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ കൂടി പുതിയ കെട്ടിടം വരുന്നതോടുകൂടി സ്റ്റാഫ് പാറ്റേൺ ഉൾപ്പെടെ സംവിധാനങ്ങൾ മാറി പേരാമ്പ്രയിലെ ഏക സാധാരണക്കാരൻ്റെ ഒരു ഭാവനയ്ക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ സംരംഭം ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ഈ പരിപാടിക്ക് നേരുകയാണ്.